ഇന്ത്യയുടെ രാഷ്ട്രീയ ഗതി നിർണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ബീഹാർ മറ്റൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ പാട്നയിലെ തെരുവുകളിൽ മാത്രമല്ല ഡൽഹിയിലെ അധികാരത്തിന്റെ ഇടനാഴികളിലും തീപിടിച്ച ചർച്ചകൾ നടക്കുകയാണ്. കൂടുമാറ്റങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും സീറ്റ് വിഭജനത്തിലെ തർക്കങ്ങളും കൊണ്ട് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പോരാട്ടത്തിനാണ് ബീഹാർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള NDAയും തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള മഹാസഖ്യവും നേർക്കുനേർ വരുമ്പോൾ പ്രശാന്ത് കിഷോറിന്റെ ജൻസൂരജും അസദുദ്ദീൻ ഓവൈസിയുടെ AIMIMഉം ആരുടെ വോട്ട് ബാങ്കിലാണ് വിള്ളൽ വീഴ്ത്തുന്നതെന്ന ആശങ്കയിലാണ് ഇരു മുന്നണികളും. രണ്ട് ഘട്ടങ്ങളിലായാണ് ബീഹാറിലെ 243 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒന്നാം ഘട്ടത്തിൽ 121 സീറ്റുകളിൽ നവംബർ 6-നും രണ്ടാം ഘട്ടം നവംബർ 11-ന് 122 സീറ്റുകളിലുമായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക. 90,000-ത്തിലധികം പോളിംഗ് സ്റ്റേഷനുകളാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ ഒരുക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും ഇരു മുന്നണികളിലും സീറ്റ് വിഭജനം സംബന്ധിച്ച അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. നേതാക്കളുടെ ഡൽഹി യാത്രകളും അടച്ചിട്ട മുറിയിലെ ചർച്ചകളും തുടരുമ്പോഴും അന്തിമ ധാരണയായിട്ടില്ല. ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ BJP ശ്രമിക്കുമ്പോൾ മുഖ്യമന്ത്രി പദം വിട്ടുകൊടുക്കാൻ നിതീഷ് കുമാറിന്റെ JDU തയ്യാറല്ല. കൂടാതെ BJP മത്സരിക്കുന്നതിനേക്കാൾ ഒരു സീറ്റ് കൂടുതൽ വേണമെന്നാണ് നിതീഷിന്റെ ആവശ്യം. ഏകദേശം 101 സീറ്റുകളിൽ BJPയും 102 സീറ്റുകളിൽ JDUവും മത്സരിക്കും. ചിരാഗ് പാസ്വാന്റെ LJP 35 മുതൽ 40 സീറ്റുകൾ ആവശ്യപ്പെട്ടെങ്കിലും 22 മുതൽ 26 സീറ്റുകൾ നൽകാമെന്നാണ് BJP എടുത്തിരിക്കുന്ന നിലപാട്. മുൻ മുഖ്യമന്ത്രി ജിതിൻ റാം മാഞ്ചിയുടെ പാർട്ടി 15 സീറ്റുകൾ ആവശ്യപ്പെട്ടപ്പോൾ 7 മുതൽ 8 സീറ്റുകളാണ് അനുവദിക്കാനാവൂ എന്ന നിലപാടിലാണ് BJPയും JDUവും അറിയിച്ചിട്ടുള്ളത്. ഈ ചെറിയ പാർട്ടികളുടെ നിലപാടുകൾ NDAയുടെ വിജയ സാധ്യതയെ കാര്യമായി ബാധിക്കും. NDAയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് വൈകിട്ടോടെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തേജസ്വി യാദവിന്റെ RJD 134 മുതൽ 135 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് 54 മുതൽ 55 സീറ്റുകളാണ് ലഭിക്കുക. എന്നാൽ പല സിറ്റിംഗ് സീറ്റുകളും വെച്ചു മാറുന്നതിലാണ് പ്രധാന തർക്കം. കോൺഗ്രസിന്റെ സീറ്റിൽ RJD അവകാശവാദം ഉന്നയിക്കുന്നതും തിരിച്ചും പ്രശ്നങ്ങൾ സങ്കീർണമാവുകയാണ്. തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതോടൊപ്പം ജാതി സമവാക്യങ്ങൾ പാലിക്കാൻ 3 ഉപമുഖ്യമന്ത്രിമാരെ കൂടി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. CPI-ML 21 മുതൽ 22 സീറ്റുകളിലും CPI, CPM തുടങ്ങിയ കക്ഷികളും മഹാസഖ്യത്തിന്റെ ഭാഗമാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് 23 ലക്ഷം സ്ത്രീകളുടെ പേരുകൾ, പ്രത്യേകിച്ച് ദളിത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ നിർദ്ദേശപ്രകാരമാണ് തിരഞ്ഞു പിടിച്ച് ഒഴിവാക്കിയത് എന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. 2020-ൽ നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച 59 മണ്ഡലങ്ങളാണ് ഇത് കൂടുതലായി നടന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ചിലവുകൾക്കായി കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഖജനാവിൽ നിന്ന് പണം ഉപയോഗിക്കുന്നുവെന്നും BJP ആരോപിച്ചിരുന്നു. ഇങ്ങനെ ആരോപണ പ്രത്യാരോപണമായി മുന്നോട്ട് പോവുകയാണ് ബീഹാറിന്റെ രാഷ്ട്രീയ കളം. രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻസൂരജ് പാർട്ടി ആരുടെ വോട്ടുകളാണ് ഭിന്നിപ്പിക്കുക എന്നത് നിർണായകമാണ്. ആർക്കാണ് സീറ്റ് ലഭിക്കുക, ആര് മത്സരിക്കും എന്നതിലെ ചിത്രം 1-2 ദിവസത്തിനുള്ളിൽ വ്യക്തമാകുമെന്ന് പ്രശാന്ത് കിഷോറിന്റെ പ്രസ്താവന രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. മുസ്ലിം വോട്ടുകൾ നിർണായകമായ സീമാഞ്ചൽ മേഖലയിൽ അസദുദ്ദീൻ ഓവൈസിയുടെ പാർട്ടി 32 സീറ്റുകളിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത് മഹാസഖ്യത്തിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതാണ്. ഇത് മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കാനും NDAയ്ക്ക് സഹായകമാകാനും കൂടുതലായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ജാതി രാഷ്ട്രീയം നിർണായകമായ ബീഹാറിൽ ഓരോ പാർട്ടിയും തങ്ങളുടെ ജാതി വോട്ട് ബാങ്കുകൾ ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. നേതാക്കളുടെ കൂടുമാറ്റങ്ങളും അവസാന നിമിഷത്തെ സഖ്യങ്ങളും തിരഞ്ഞെടുപ്പ് ഫലത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവയാണ്. ഭരണവിരുദ്ധ വികാരവും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും നിതീഷ് സർക്കാരിന് വലിയ വെല്ലുവിളിയാണ് നിലവിൽ ബീഹാറിൽ ഉണ്ടാക്കുന്നത്. ഇതിനെ മറികടക്കാനാണ് നിതീഷ് കുമാർ സർക്കാർ ഓരോ സ്ത്രീകളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് 10,000 രൂപ വീതം നൽകിയിരുന്നത് എന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചുരുക്കത്തിൽ ബീഹാർ തിരഞ്ഞെടുപ്പ് കേവലം ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പല്ല, ദേശീയ തലത്തിൽ NDAയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും ശക്തി അളക്കുന്ന മത്സരമാണ്. ഓരോ വോട്ടും നിർണായകമാകുന്ന ഈ പോരാട്ടത്തിൽ അവസാന ചിരി ആരുടേതായിരിക്കുമെന്ന് അധികം വൈകാതെ അറിയാം.